ഗുഡ് മോർണിംഗ് ഗൈസ്. എന്റെ അമ്മയുടെ ബ്ലൗസ് എന്നൊക്കെ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇവിടെ എന്നോട് പോയി ചോദിക്കാൻ കൊണ്ടുവന്നിട്ട് ഇവിടെ ഇന്ന് പൊട്ടും എങ്ങനെയുണ്ട് ജീവിതം? എന്റെ ജീവിതം അടിപൊളി ജീവിതം. എന്താ കടയിൽ പോയി ചന്ദനത്തിരി വാങ്ങി ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ഇടുന്നത്? ഈ കട്ടയിലെ ഏറ്റവും വലിയ സുന്ദരി ഇതാണ് ട്ടോ. അമ്മ കഞ്ചാവ് അടിച്ച ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞേ കടക്ക് എങ്ങനെ കാണിച്ചമ്മ. അപ്പൊ വേറെ ഏത് സൈറ്റിൽ കയറി അറിയാണ്ട് കണ്ട വേറെ വീഡിയോ ആണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഞാൻ എന്റെ വീട്ടിൽ എന്റെ അമ്മ ഷൂട്ടിന് വേണ്ടി മാത്രം ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിക്കാണ്. അല്ലല്ല, ഞാൻ കാലത്ത് എന്നും കുളിച്ച് വിളക്ക് വെച്ച് ചന്ദനക്കുറി തൊട്ട് ഡ്രസ്സൊക്കെ നീറ്റായിട്ട് ധരിക്കും. ഞാനും നേരത്തെ എണീറ്റു. അപ്പൊ നമ്മൾ ഇന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ഇന്ന് എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് അമ്മ? പുട്ടും ചെറുപയറും, മുളപ്പിച്ച ചെറുപയറ്. ഞാൻ ചിക്കൻ ബിരിയാണി ഒക്കെ വെക്കാൻ പറയാമോ, ഒന്നും വെച്ചിട്ടില്ല. ചിക്കൻ വറുത്തത്, മുരിങ്ങക്കായി മാങ്ങയും കറി. എന്താ ചെയ്യണേ സ്വത്ത്? ഞാൻ മാങ്ങ തൊലിയെത്തണു, മാങ്ങ മുരിങ്ങക്കായി കൂട്ടാൻ വെക്കണം. പിന്നെ ക്യാരറ്റും ബീൻസും കൂടി ഒരു ഉപ്പേരി, പപ്പടം കാച്ചിയത്. ക്യാരറ്റും ബീൻസും ഉപ്പേരി, പപ്പടം കാച്ചിയത്. ഓ എന്റെ പൊന്നെ. പിന്നെ ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുണ്ടാവും. ചിക്കൻ വറുത്തു വറുക്കാൻ വെക്കുന്ന ആള്. എന്റെ വീടിന്റെ അവസ്ഥ ബേസിക്കലി ഞാനിങ്ങനെ ഓളിടുമ്പോഴും ഞാനിങ്ങനെ ഓവർ ആവുമ്പോഴും നിങ്ങൾ ചോദിക്കാറില്ല ഈ പെണ്ണെന്ന് ഓവറാന്ന് കമന്റ് ഇടുമ്പോ. ഇതാണ് എന്റെ പാരമ്പര്യം. ഈ ബാക്കിൽ നിങ്ങളുടെ എന്റെ അമ്മ, അമ്മയുടെ അമ്മ എന്നോട് കുറ്റം പറഞ്ഞോണ്ടിരിക്കുക. അപ്പൊ നീ ഇവിടെ നിന്ന് തോണ്ടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ 2 days ഞാൻ മാറട്ടെട്ടാ. ഞാന് 2 ദിവസത്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്റെ അനിയത്തി ഇവിടെ വന്നിട്ട് സ്കിൻ കെയർ ചെയ്യുന്നു. നല്ല ഭംഗി. ഇതെന്റെ അമ്മയുടെ ബ്ലൗസ് എന്നൊക്കെ അമ്മ ബ്ലൗസ് ഇട്ടോണ്ടിരിക്കണേ ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ നല്ല ബ്രേക്ക്ഫാസ്റ്റ് പുട്ടു ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഫുഡ് കഴിച്ചിട്ടില്ല. പുട്ടു ചെറുപയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അത് ഞാൻ കഴിക്കട്ടെ. ഇങ്ങനെ ചിരട്ടപ്പുട്ടു തിരിച്ച് കഴിക്കുക. ഇതിന്റെ കറിയോടെ പുട്ടിന്റെ കൂടെ വെള്ളം പറ്റിപ്പോ ഞാൻ ഇങ്ങനെ കഴിക്കുക. ഇത് എന്റെ ബാഗ് ആദ്യത്തുണ്ടല്ലോ പറഞ്ഞിട്ട് എന്ന് പോയെന്നാ നീ ഞാൻ വാങ്ങിയ സാധനങ്ങൾ ഇവിടെ എന്നോട് പോയി ചോദിക്കണം കൊണ്ടുവന്നിട്ട് അതൊരു പിശാചിനെ വിളിക്കണ്ടേ? നമ്മള് വാങ്ങിയ സാധനങ്ങളാണുള്ളത് എപ്പോഴും. അതെ, ഇതൊക്കെ വ്ളോഗിൽ വന്നിട്ടുണ്ട്. എന്റെ സാധനങ്ങള് എന്റെ അനുവാദം ഇല്ലാണ്ട് ഫ്ലാറ്റിൽ നിന്ന് എടുത്തല്ലാണ് എന്റെ ആദ്യത്തെ എന്തിനെ പണി. നാട്ടുകാരി ഇന്ന് പൊട്ടും ഇന്ന് അച്ഛൻ മാത്രമല്ലോ. അച്ഛമ്മേ അമ്മ പറയല്ലേ. അപ്പൊ നമ്മൾ കഴിക്കാൻ പോണു ഗൈസ് എന്റെ വീട്ടില്. ന്യൂട്രിഷൻ നമ്മൾ രാവിലെ കൺസ്യൂം ചെയ്യുന്ന സപ്ലിമെന്റ് ആണ് ഞാൻ വിളിക്കാം. ഓക്കെ, എന്താ പറയാ, ഇത് ചെറുപയറും പുട്ടും. ഓക്കെ,
സൂപ്പർ. ഇത് മുളപ്പിച്ച് ചെറുതായിട്ട് ഉണ്ടാക്കിയേക്കണം കേട്ടോ. പക്ഷെ എനിക്ക് കുറച്ച് ഇത് ഡ്രൈ ആണെങ്കിൽ കുറച്ച് കറി വേണം, ചാറ് വേണം. അതില്ലല്ലോ. അത് പുട്ടിന് കഴിക്കാൻ വേണ്ടി രീതിക്ക് ഉണ്ടാക്കിയതല്ല, വെറുതെ നെഞ്ച് കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാ. പുട്ടിനെന്താ ഉണ്ടാക്കിയത്? അതിന് ചായ കുടിച്ചാൽ മതി. പോയമ്മോരെ പുട്ടിന്റെ കൂടെ ഉണ്ടാക്കിയത് ചായ വെച്ചാൽ വെറുതെ. സ്വത്തിന്റെ അമ്മ മണിരത്നത്തിന്റെ ഫാനായിരുന്നു. മണിരത്നം എന്ന് പറയുന്നത് ഒരാളായത് കൊണ്ട് തിരിച്ചിട്ടിട്ട് രത്നമണി എന്ന് പേരിട്ടു. അതാ പോയി അല്ലേ? പിന്നെ ഇങ്ങനെ രക്തമണി എന്ന് രമണി രമണി ഒക്കെ ആയിരുന്നു. അപ്പൊ ഒരു മണി കാണുന്നു. എന്റെ അച്ഛനക്ക് ഏത് പേരിടാറുന്നത്? പുഷ്പ. അതായത് പുഷ്പ ഫേമസ് ആയിപ്പോ. പുഷ്പ 2, പുഷ്പ 1. ഞാൻ ഇങ്ങനെ തോന്നേ ആ സമയത്ത് എന്റെ മാമൻ എന്നെ സേവ് ചെയ്ത് പൂജ കേട്ടത്. പുഷ്പ അത് വരുന്നതാണ്. അച്ഛന്റെ നാളെ പൂര. അപ്പൊ പി വെച്ചിട്ട് എന്റെ പിള്ളേർക്ക് ഇത് തുടങ്ങണമെന്ന്. അങ്ങനെ ഒരു അവസരം പിപ്പി. പിന്നെ അവസാനം അവള് വന്നു. അപ്പൊ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. ഇനി ഞാൻ കുളിക്കണം. കുറച്ച് കഴിഞ്ഞാൽ അഖില് വരും. അപ്പൊ അകത്ത് കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് ഷൂട്ടുണ്ട്. അമ്മ അച്ഛനും പുറത്തു റെഡിയാവും. എന്റെ അമ്മ റെഡിയാവുന്ന ഞാൻ നാളെ നേരം വെക്കും. അപ്പൊ പിന്നെ ഈ ചെരുപ്പ് ബാക്കിലേക്കല്ലേ അങ്ങനെ വെക്കാം. ആകാശം നമ്മുടെ സ്വന്തം പാടമാണോ അമ്മ? പറയുമ്പോ പക്ഷെ നമ്മള് നമ്മുടെ പാടം പോലെയാണ് ഇവിടെ വെൽസാറ്. അതറിയാം. ബ്യൂട്ടിഫുൾ ആണ് ഈ സ്ഥലം ഗൈസ്. എന്തിനാ റബ്ബർ കാട്ടിൽ ഓക്കെ. എന്റെ മറ്റേ അനിയത്തിയാണ്, എന്റെ രണ്ടാമത്തെ അനിയത്തിയാണത്. ഇത് വൈബ് പൗർണമി. അവൾക്ക് വൈബ് പിടിക്കാൻ വേണ്ടി രാത്രി തട്ടപ്പാതിലേക്ക് ഈ പാടത്തിറങ്ങി നിൽക്കുന്നതാണ് ഞാൻ അറിയപ്പെട്ടത്. ആ പഴമി നടക്കും ഗൈസ്. സ്വത്ത് പറയ്. എങ്ങനെയുണ്ട് ജീവിതം? എന്റെ ജീവിതം അടിപൊളി ജീവിതം ആണോ? രാവിലെ ഇട്ടിട്ട് ചായ കുടിക്കാൻ കിടന്നുങ്ങാലേ? ആ കണ്ട അമ്മയുടെ ആ പഴയ ആസക്തി തിരിച്ചു വന്നു. ഇടിച്ചൊക്കെ അവിടെ കടച്ചക്ക ഈ കണ്ട അത് പൊട്ടിക്കാന്നാണെന്ന് പറയണേ. സ്വത്ത് ഇവിടുന്നെല്ലാം മറ്റേ 500 മറ്റേ അമ്മൂമ്മനെ പോലെ ഇവിടുന്ന് ഓർഡർ ഇടുന്നുണ്ട്. നല്ല ടേസ്റ്റാ. ആ ഇടിച്ചക്ക എനിക്ക് ഇഷ്ടാ. ഇത് ഞങ്ങളുടെ ഒരു കാറ്. ഹായ് കാർ. ഞാൻ ഈ കാറൊക്കെ ഇവിടെ കാണും. സീറ്റോറൊക്കെ ഇട്ട് സെറ്റപ്പ് ആയിരുന്നല്ലോ. എന്റെ അനിയത്തി ഒരു മതിൽ ചാടി കൂടിയാണ്. ചാടി കാണിച്ച കുഞ്ഞാ. അവിടെ കാല് ഇതായിട്ടില്ല. അത് എല്ലാവരുടെ വീടല്ലേ? ഇറങ്ങി അവിടുന്ന്. അല്ല ഞാൻ വിചാരിച്ചില്ല അവള് ഒറ്റ ബുദ്ധിയാന്ന് വിചാരിച്ചില്ല. ഇങ്ങോട്ട് ചാടി, ഇങ്ങോട്ട് തിരിച്ചാടി. അമ്മയുടെ മോളൊരു മതിൽ ചാടിയാണെന്നുള്ളത് എന്ത് പറയുന്നു? അമ്മ വേലി ചാടിയ മക്കള് മതിൽ ചാടുന്ന പറഞ്ഞേ. പക്ഷെ മക്കള് മതിൽ ചാടുണ്ടല്ലോ. എനിക്ക് ഇത് ബൊഗേൻവില്ല പൂക്കളും ആ പാട്ട് ഇറങ്ങാനായിട്ട് മുന്നേ എന്റെ അമ്മ ബൊഗേൻവില്ല കൃഷി തുടങ്ങിയതാണ് അല്ലമ്മ? എന്തത്? ഇതെന്റെ അമ്മയല്ല, ഞാൻ ഡ്യൂപ്പാണ്. എന്താ ഈ ഫ്ലാഷ് ഓണാക്കി നടക്കണം അമ്മ? ഓക്കെ സ്വത്ത് പറയ്. രക്തമണിക്കൊന്നും പറയാല്ലേ. രക്തമണി കാരണമാണ് ഇക്കണ്ട ആൾക്കാർ ഇവിടെ ജീവനോടെ ഇരിക്കുന്നത്. ആ രക്തമണി അമ്മേനെ പ്രസവിച്ചില്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. മീനാച്ചുട്ടി ഇപ്പൊ ഇല്ലല്ലോ ഈ തരുണത്തിൽ. അതാ പറഞ്ഞു ഇപ്പൊ രക്തമണിയുള്ളത്.
രക്തമണിക്കാരനാണ് ഞങ്ങളൊക്കെ ജീവനോടുള്ളത്. രക്തമണിയാണ് ഞങ്ങളുടെ പരമ്പരയുടെ മൂത്താശാരി. ഇത് കറുപ്പും പുരാവസ്തു കാണുന്ന പോലെ അല്ലല്ലോ. രണ്ട് വെമ്പര തരി പോലും ശരി. വേറെ കഥ ഇനി വേറെ പറയും. നിങ്ങളൊരു ചെരുപ്പിൽ നോക്കിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗൈസ്. ഇതിലേതാ നല്ലത് കുഞ്ഞാട്ടി തോന്നിയത്? എനിക്ക് ഇഷ്ടമായി. മതിട്ടോ. എന്ത് വീണ് കിട്ടണത്? പുറത്തു പോണത് പിന്നെ സ്വത്താണ്. സിംഗപ്പൂർ എല്ലായിടത്തും കറങ്ങാനുള്ള എല്ലാം കിട്ടി നിഷേധിച്ച അഹങ്കാരി. അപ്പൊ നാളെ ബിരിയാണി വെക്കണ്ടോ? ബിരിയാണി വെക്കണില്ല. നാളെ ഞങ്ങള് മോട്ടിയുടെ കൂടെ പോയിട്ട് ഫുഡ് കഴിക്കാൻ പോകാം. എവിടെ? എവിടെയെങ്കിലും. മറ്റന്നാൾ രാവിലെ ഇറങ്ങും ഞാൻ. രാവിലെ ഇറങ്ങും ഞാൻ. സീരിയസ്ലി രാവിലെ ഇറങ്ങും. കാരണം എനിക്ക് തൃശ്ശൂർ ഒരു ഷൂട്ട് ഉണ്ട്. അഖില് വരുന്നു. അഖില് എടാ എന്നെ ഇടിക്കുന്നീയേ. അയ്യോ കടയിൽ പോയി ചന്ദനത്തിരി വാങ്ങി നടക്ക് തേങ്ങ കാണാ പോയിട്ട് തേങ്ങ ചെറുക്കിട്ട് പാലെടുക്കും. ചൂടുള്ളത് വേറെ സാധനമുണ്ടല്ലോ. അത് ഗ്രേവി ഗ്രേവി കൂട്ടിട്ട് അവന് ഇവിടെ നിന്ന് കഴിക്കാൻ ചൂടോടക്കന്നെ. വീട്ടുകാരെ അറിയാണ്ട് ബീഫ് കഴിക്കാൻ വന്നതാങ്കിൽ വ്ളോഗിലെല്ലാം കാണുന്നുണ്ട് വീട്ടുകാര്. അച്ഛനോ? അച്ഛൻ പുറത്ത് പോയിക്കോ. എന്താ പരിപാടി? നാളത്തെ പരിപാടി ഒന്ന് പറയും. സീരിയലാണ് പോയോണ്ടിരിക്കുന്നത്. എന്താണ് എന്റെ സീരിയലാണ് പോയോണ്ടിരിക്കുന്നത്. ഞാൻ പോട്ടെ. ഏതാണ് സീരിയൽ? ഭാവന കാണണം, കന്യാദാനം കാണണം, പിന്നെ അത് കഴിഞ്ഞിട്ട് കുടുംബത്തിലെ ശാരദ കാണണം. കുടുംബത്തിലെ ശാരദ, കുടുംബത്തിലുള്ള ആൾക്കാരിൽ കാണണ്ട. മതിട്ടാ. ഓക്കെ, ഞാൻ ബാക്കി പിന്നെടുക്കാം ഗൈസ്. ഇങ്ങനെയുണ്ട് എന്റെ അച്ഛന്റെ ബീഫ്. അമ്മ കൊതിർക്കണം. അമ്മ കഴിച്ചിട്ടില്ല. ഇനിയില്ല. എനിക്ക് ഉപ്പ് വേണ്ട. വേറൊക്കെ ഫുള്ളായി. എന്നാ എനിക്കെന്നാ വായ തന്നോ? എന്നാ എനിക്ക് വായ തന്നോ? പിന്നെ കൊടുക്കില്ലടാ. വേണോ? കുഞ്ഞ് ഭയങ്കര പഠിത്ത കുഞ്ഞ്. CMA ഡിസ്ട്രിക്ട് ലെവൽ, സോറി ഇന്റർനാഷണൽ ലെവൽ അറിയപ്പെടുന്നാണ് ഇവള് പറയണത്. അവർക്ക് പറഞ്ഞു കൊടുക്കണതൊക്കെ പ്രോബ്ലം പറഞ്ഞു കൊടുക്കണം. ഞാൻ നീ എന്താ ഡോക്ടർ? അമ്മയാണ് ഒരു പ്രോബ്ലം. അല്ലാണ്ട് അവൾക്ക് വേറെ ഒരു പ്രോബ്ലം അല്ലേ. കുഴപ്പമില്ല. അപ്പൊ ഗൈസ് ഞങ്ങള് തൃശ്ശൂര് പോവാൻ നിക്കാണ്. അപ്പൊ എന്റെ സ്വത്തിന് ഞാൻ മേക്കപ്പ് ചെയ്യണം. ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇതൊക്കെ ഇടുന്നത്. കുറിയെങ്കിലും വായിക്കായിരുന്നു. കുറിയിലോട്ട് മാത്രം നമ്മളാക്കരുത്, ബാക്കി എല്ലായിടത്തും നമ്മളാക്കണം. അങ്ങനെ നമ്മള് അത്രയും പ്രോ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. മേക്കപ്പ് ഇട്ട പോലെ അയ്യോ, ഞങ്ങളെ ഈ സന്താനത്തിന്റെ ഒരു അമ്മ ഉണ്ടായിരുന്നു. ആ മുത്തശ്ശി ഞങ്ങള് മേക്കപ്പ് ഇടുന്ന സമയത്ത് മുത്തശ്ശി തലകറക്കി വീണു. അതുപോലെ ഞാനും ബോധം കെട്ട് പോകും. ബോധം കെട്ടിട്ട് പോയിട്ട് ഫുഡ് അടിക്കാൻ ഞാൻ ഉണ്ടാവില്ല. പക്ഷെ മുത്തശ്ശിക്ക് എന്താ അറിയാം, അതിന്റെ സ്മെല്ല് പിടിക്കാൻ. സ്മെല്ലിന്റെ മാത്രല്ല, നമ്മൾ ഇങ്ങനെ പിടിച്ച് പൊക്കിയപ്പോ ശ്വാസം മുട്ടി. സ്മെല്ലടിച്ചിട്ട് അതിന്റെ ഇങ്ങനെ പകുതി കിങ്ങിയുടെ അമ്മൂമ്മ ചിരിക്കും. അപ്പൊ പോയിട്ട് എടുത്തോടി ശ്വാസം പൊട്ടിക്കുന്നേ. എങ്ങനെയുണ്ട്? ഭംഗിയുണ്ട് എന്നെ കാണാൻ? ലിപ്സ്റ്റിക് ഇട്. ജാത് വേണ്ട. ലിപ്സ്റ്റിക് ഒക്കെ വേണം. മേക്കില്ല മോളെ, സുന്ദര ഇട വിടുള്ളൂ ലിപ്സ്റ്റിക്ക്. ഈ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അറിയാം, എന്റെ ഈ സാധനല്ലേ, ഈ രണ്ടാമത്തെ അനിയത്തി
ഓരോ സാധനങ്ങൾ എടുക്കും. ജീവന്റെ ജീവനായി കൂടുതൽ താഴത്തേക്ക് കുറച്ചത്. അതെ അവിടെ ചെറുതായിട്ട് മുടിയുണ്ട്. അപ്പൊ ഞാൻ തെറ്റിദ്ധരിച്ചത് മുടിയല്ലായിരുന്നു. എന്റെ മുടിയൊന്നും പൊട്ടില്ല. ഇത് വേണ്ട ജസ്റ്റ് ഒന്ന് കടുപ്പിച്ചിട്ടാ മുഖം താക്ക് പനിയൊക്കെ പിടിച്ചില്ലേ കിട്ടു തന്നെയെന്ന് പനിയൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ എന്തേ വേണ്ട അതെ ഇതിനവസരം കാട്ടാണ് രാക്ഷസി പോലെ ഔട്ടാ. സ്വത്ത് വരയ്ക്കരുത്. മതി പൂജ ഓവറായി. അയ്യോ നോക്കി കാണിക്ക് നോക്ക് ലിപ്സ്റ്റിക് അറിയണില്ല. അതെ ഇനിയിപ്പോ കൂടെ ഉണ്ട് പോയി പടയുന്നു. ഞാൻ പോവാറുണ്ട്. ലിപ്സ്റ്റിക് ചിരിക്കേ സത്യം ഇടി കിട്ടരുത്. ഇതിനിപ്പോ ചിലപ്പോ ഛർദ്ദിക്കാൻ വരില്ല. ചിരിക്കേ ഛർദ്ദിക്കാൻ വരില്ലേ? ദൂരത്താണ് പോയി പഠിക്ക്. ലിപ്സ്റ്റിക് ഇടട്ടെ. ബ്ലഷ് ഒക്കെ ഇട്ടേ വെയിറ്റ്. ആ ഇനി ഈ ആണെങ്കിൽ അങ്ങനെയല്ല ചിരിക്കേ ചിരിക്കേ അതൊക്കെ ഒളിപ്പെടുക്കാനോ? ഇനി മൂന്നാക്ക് വേണ്ട, ഞാൻ നന്നായാക്ക് നന്നായാക്ക് മൂക്കില് നമുക്ക് അവിടെ ഇങ്ങോട്ട് മൂന്നാക്ക് നന്നായിട്ട് ഒക്കെ വെച്ച് തേച്ചിപ്പോ അങ്ങനെ അതെ വെച്ച് ഓവറാക്കണ്ട വെച്ചിട്ട് ഞാൻ അതെ ഞാൻ പോവാം. ഭാഗത്തിരുന്ന് പിള്ളേരെ പോലെ പൂവ പോകെടുത്ത് ഒരു പാർക്കണത് എന്താ എനിക്ക് വെള്ളം കുടിക്കണം. കഷ്ടം. എനിക്ക് കുഞ്ഞിന്റെ വെള്ളം എടുത്തോളൂ. എനിക്ക് വെള്ളം കുടിക്കണം. വെള്ളം എടുത്തോണ്ട് വാ. ലൈറ്റ് ലിപ്സ്റ്റിക് മതി മതി. ജോക്കി എന്താ മരിയുണ്ട്? എന്താ മരി? ലിപ്സ്റ്റിക്കാ എനിക്ക് എന്താ മരിയുണ്ട്? പോ പോ പോ. തല വലിക്കുന്നത് പിന്നെ സത്യപ്പെട്ടു. അങ്ങനെ മേക്കപ്പും പരിപാടികളൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടത് മൈജിക്കാണ്. എൻ്റെ അനിയത്തിക്ക് ഒരു ലാപ്ടോപ്പ് എടുക്കാനുണ്ടായിരുന്നു. കൂടെ തന്നെ നമ്മളൊരു മിക്സിയും അതുപോലെ തന്നെ ഒരു വാഷിംഗ് മെഷീനും എടുക്കാനാണ് പോയത്. അങ്ങനെ നമ്മൾ മൈജിയിലെത്തി. ഞങ്ങൾ അഖിലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കുഞ്ഞു ഈ ലാപ്ടോപ്പ് ഫിക്സ് ആക്കിയില്ലേ കുഞ്ഞു? കവിത ഈ കടയിലെ ഏറ്റവും വലിയ സുന്ദരി ഇതാണ് കേട്ടോ. എന്താ മിണ്ടാടിക്കണേ? എല്ലാരും സ്വത്തിനെ നോക്കണേ. ഉയരം കൊണ്ടിട്ട് നോക്കാനാ? അല്ലല്ല, ഈ കടയിൽ ഏറ്റവും സുന്ദരി ആരാന്ന് ചോദിച്ചതിന് സ്വത്തെന്ന് പറയാം. അച്ഛൻ ആസ് ഓൾവേസ് ബിസി. എൻ്റെ വീട്ടിൽ ഇത്രയും കാലം അരച്ചുകൊണ്ടിരുന്നത് മിക്സിയിലല്ല, ജ്യൂസറിലായിരുന്നു. അത് ഞാൻ ഇപ്രാവശ്യം പോയപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മിക്സി അത്യാവശ്യമായിരുന്നു. കൂടെ തന്നെ വാഷിംഗ് മെഷീനും. ഞങ്ങളുടെ കൂടെ 15 കൊല്ലം ജീവിച്ച ഒരു വാഷിംഗ് മെഷീൻ നമ്മൾ ഉപേക്ഷിക്കാൻ പോവുകയാണ്. സോ ഇതാണ് നമ്മുടെ മൈജിയിലെ ചേട്ടന്മാർ. സോ ഇവരെല്ലാം നമുക്ക് നല്ലൊരു ഡീല് സെറ്റാക്കി തന്നു. അത് ഫാത്തിമത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് കേട്ടോ. ഇവിടെ നമുക്ക് മൈജിയിൽ തന്നെ ഒരു പെർഫ്യൂംസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ 2 കാറിലായിട്ടാണ് പോകുന്നത്. ഞാൻ കുഞ്ഞിന് ടാറ്റയ്ക്ക് കൊടുത്ത്. നാട്ടിൽ ഇപ്പം പെരുന്നാളിൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ റോഡ് സൈഡിൽ ഫുൾ ഫുഡ് സ്ട്രീറ്റ്, ഫുൾ കടകൾ, ബലൂൺ, അത് ഇത്. നമുക്ക് എല്ലാവർക്കും നല്ല മെമ്മറി നിറഞ്ഞുള്ള ഒരു ടൈമായിരിക്കും ഈ പെരുന്നാൾ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കട്ടെ സുന്ദരി,
ഹേ മമ്മൂട്ടി, ഹേ മുകുന്ദേ, ഹേ മുകുന്ദേ. ആ പടം കണ്ടിട്ടാ മറ്റേ ഏതില് പറയില്ലേ ഹേ മുകുന്ദേ മമ്മൂട്ടി ഇല്ല. സ്വത്ത് എന്താ കഴിക്കണേ? എന്താ ഉള്ള നോക്കാം. ഉണ്ട് കേട്ടോ, അത് എങ്ങനെ കണ്ടുപിടിക്കാം, ഇതെന്താന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ പറയുക. ഗസ് ദ മൂവി. അമ്മ കണ്ടുപിടിച്ചമ്മ. അമേരിക്കൻ്റെ ഒരു കുഞ്ഞാട്. ഒരാളും കൂടെ വരാൻ. അമ്മ പറ. ഞാൻ കണ്ടുപിടിച്ചു അമേരിക്കൻ്റെ ഒരു കുഞ്ഞാട്. ആര്? ഞാൻ പറഞ്ഞില്ല അമ്മ കണ്ടുപിടിച്ചമ്മേ. ഞാൻ പറയാം. ലിജോ ജോസ് പലിശി. ആവോ മല മല എന്നുള്ളത് ജമുന പ്യാരി. അല്ലല്ലോ, എനിക്ക് ഇത് മാത്രമേ കാണാൻ പറഞ്ഞിട്ടുള്ളൂ. രുചിയോടെ രണ്ടാമത്തെ ഏതാ? ഇതാ മാണിക്യം. ഓ, ഇത് മറ്റേ പടം ഭാഷ. ചിക്കൻ കറിക്ക് വഴികാട്ടി. സ്വത്ത് മേക്കപ്പ് ഇട്ടിട്ട് സുന്ദരിയുണ്ടല്ലോ, ദിഗംബരനെ പോലെ ഉണ്ടല്ലോ. ഞങ്ങള് പിള്ളേര് സെറ്റ് ഇവിടെ, വലിയ മുതിർന്ന സെറ്റ് അവിടെ. ആളൊക്കെ വലിയൊരു ഫോണും. അതപ്പോ അതിന്റെ ഫോട്ടോ അത് കുത്തിപ്പിടിച്ചിരിക്കുക 24 മണിക്കൂർ ഫോണില്. അത് അമ്മയും മോളും ഒരേ പോലെ. ഞാൻ എല്ലാ ഫോട്ടോയിലും ഒരേ പാവ. അയാൾ കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കും. ഇല്ലാത്ത മുഖം വരുത്താൻ പറ്റുമോ നമുക്ക്? ഈ വ്ളോഗിൽ എന്നെ കാണിക്കണേ ഇല്ല. ഞാൻ എന്നെ കാണിക്കാത്ത എന്താ പറയാ, എന്നെ കണ്ട് നിങ്ങൾ മടുത്തുണ്ടാവും. നിങ്ങൾ ഇവരാരും കണ്ടിട്ടില്ല. ഞാൻ മുക്കട പോലെ അങ്ങനെയല്ലേ പറയുള്ളൂ. നാളെ ചോറ് കിട്ടണേ. അത് കണ്ടുപിടിച്ചിട്ട് 1/2 മണിക്കൂറായി ഞങ്ങള്. എനിക്കിതൊന്നും ആരാൾക്കാർ തന്നെ കാണാനില്ല. കണ്ണു കാണാല്ലേ അമ്മക്ക്? ഇല്ല. ഞാൻ ആദ്യം വിചാരിച്ച എന്തോ ഡിഷിന്റെ ചിത്രം കൊടുത്തിരിക്കാന്നാ. എന്തിന്റെ എന്തോ ഒരു കഴിക്കണ അതാളാന്ന് അവര് പറയണത്. ഞാനത് എന്ത് സാധനത്. ഇവിടെ നല്ല ടേസ്റ്റ് ഉണ്ടോ? പക്ഷെ ഇത് ഓവർ മസാല അല്ലമ്മ. ഇത് എൻ്റെ അമ്മയുടെ മുഖം സൂം ചെയ്ത് കാണിക്കണം. സ്വത്തിനല്ല, സ്വത്ത് ബാക്കി വെച്ചു ഫുഡ്. അമ്മ അപ്പൊ ഞാൻ അമ്മയെ നോക്കിയപ്പോ അമ്മ എല്ലാം സെറ്റാക്കാന്ന്. അല്ലല്ല, മൈനസ് കുഴപ്പമില്ല. മൈനസ് ആക്ച്വലി വലിയ നല്ല സാധനം. നേരെ വിളിച്ചോമ്പഴേ അത്ര ഓവറായിട്ട് കഴിക്കാൻ പാടില്ല ആക്ച്വലി. ഈ പാത്രം 3 കഴിക്കണം. അമ്മ അത് വെച്ചിട്ട് കളഞ്ഞോട്ടോ. അത് തമാശ കളിയല്ല. അമ്മ ഇങ്ങനെ ആരുടെ കണ്ണാകുമ്പോ കാണിക്കണേ? അമ്മ കഞ്ചാവ് അടിച്ച ആൾക്കാരെ പോലെ എന്ന് പറഞ്ഞേ ചോദിച്ചപ്പോ ഇവരെ കണ്ടിട്ടുണ്ട് മുന്നേന്ന്. അപ്പൊ അമ്മ കാണിക്കുക എങ്ങനെ കാണിച്ചമ്മ? അപ്പൊ വേറെ ഏത് സൈറ്റിൽ കയറി അറിയാണ്ട് കണ്ട വേറെ വീഡിയോ ആണ്. ഇങ്ങനെയല്ല, അമ്മയുടെ വായൊരു തിപ്പിച്ചടഞ്ഞിരിക്കില്ല. അത് ഞങ്ങളുടെ ഫുഡടി കഴിഞ്ഞു ഗൈസ്. എന്തൊരു ഡീസൻ്റ് ആയിട്ട്. അതായത് ഇന്ന് രാത്രി എൻ്റെ അമ്മയ്ക്ക് ശ്വാസം മുട്ട ഉറപ്പാ. അമ്മ അത്ര ഇവിടെ വരെ ഫുഡ് കഴിച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞെന്താ? ആർക്ക്? സ്വന്തം മോളെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് നമ്മുടെ ഫുഡ് കഴിക്കൽ കഴിഞ്ഞു ഗൈസ്. അങ്ങോട്ട് കൊണ്ടാക്കാൻ. അപ്പോ നമ്മളിവിടെ ഫുഡ് കഴിച്ചു. അമ്മ ഫുഡ് കഴിച്ചു. അമ്മ ഇങ്ങനെ റിവ്യൂ പറയൂ. അമ്മക്ക് വായ തുറക്കാൻ പറ്റില്ല. അല്ല, അമ്മ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴും ഇതേപോലെ ഇതെന്നെ അവസ്ഥ. ഓക്കെ, എന്ത് പറയണു സുന്ദരി? ഓക്കെ, ഇതാണ് ഇവളെന്റെ എല്ലാം കഴിച്ചു. ഞാൻ ഒന്നും കഴിച്ചില്ല. അച്ഛൻ കാർ എടുക്കാൻ പോയിട്ടുണ്ട്. അഖിലിന്റെ കാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഓക്കെ, പിന്നത്തെ വ്ളോഗ് ബേസിക്കലി നമ്മുടെ ഇതാണ്. ഫാമിലി എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അഖില് വാ,
ജോസേട്ടന്റെ കട അല്ലേ ഓക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാ അങ്ങനത്തെ പരിപാടികള്. അയ്യോ ഒരു കുട്ടി തേവാക്കുണ്ട് വാ. അപ്പൊ അത്രയുള്ളൂ. അങ്ങനെ ഇത് പിറ്റേ ദിവസമാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ അമ്മാമ്മ അഖിലിനെ ഉപദേശിച്ച് കൊല്ലിയാണ് അവിടെ കിടന്നത്. അപ്പൊ നമ്മൾ സാമിനെ തിരിച്ച് വീട്ടിൽ കൊടുന്നു. സോ ഇന്ന് അഖിൽ എൻ്റെ കൂടെ വരുന്നില്ല. ഞാനും സാമിയും അതുപോലെ തന്നെ ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടാണ് നമ്മൾ തിരിച്ച് നാട്ടിൽ പോണേ. കത്തി വെച്ച് സമയം തീർന്നിട്ടില്ല. അപ്പോഴാണ് നമ്മുടെ ഇന്നലെ മേടിച്ച വാഷിംഗ് മെഷീനും കൂടെ തന്നെ ലാപ്ടോപ്പും എത്തിയത്. വളരെ സന്തോഷപരമായി നമ്മൾ അവരെ സ്വീകരിച്ചു. വാഷിംഗ് മെഷീൻ വന്ന സന്തോഷത്തിൽ ഞാനും സ്വത്തും അങ്ങ് ആഹ്ലാദിക്കുകയാണ്. സ്വത്ത് എൻ്റെ എല്ലാം അല്ലേ ചേലത്ത് ചെമ്പരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെ എൻ്റെ അടുത്ത് കാണിക്കുന്നുണ്ട്. വാഷിംഗ് മെഷീൻ എടുത്ത് നമ്മുടെ ചേട്ടന്മാര് നേരെ അടുക്കളയിൽ കൊണ്ടുവച്ചു. അത് കണ്ടപ്പോൾ ഇതാണോ നിങ്ങൾ ഇത്രയും കാലം യൂസ് ചെയ്ത വാഷിംഗ് മെഷീൻ എന്ന പുച്ഛത്തോടെ അവരെന്റെ പഴയ വാഷിംഗ് മെഷീനെ കൊണ്ടുപോയി. ഞങ്ങൾ അങ്ങനെ ഭയങ്കര വിഷമത്തിൽ കാത്തിരുന്ന ഒരു താറ്റയും കൊടുത്തു. അതേ നേരം നോക്കി തന്നെ സുജിത്ത് എത്തി. ഞാൻ പറഞ്ഞില്ല നേരത്തെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കൂടെയാണ്. അഖില് ഞങ്ങളൊന്ന് പാഴ്സൽ അയക്കാൻ വേണ്ടിട്ട് ഇവിടെ വെയിറ്റ്. ബൈ അമ്മ, ബൈ കുഞ്ഞു, ബൈ. എവിടെ അച്ഛനെവിടെ? ബൈട്ടാ. ശരി കേട്ടോ. സ്വത്തിന് പോടുന്നില്ല അതാണ്. ഓക്കെ ബൈ. ഓക്കെ.